ഹാരി പോട്ടറിൻ്റെ ബുക്ക് സീരീസിലെ 5ാമത്തെ ബുക്കിൻ്റെ സമറിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹാരി പോട്ടർ ആൻഡ് ദി ഓർഡർ ഓഫ് ദി ഫിനിക്സ്. ഓക്കെ, എഴുതിയത് J.K. റൗളിംഗ്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഹാരിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവുന്നു. ഹാരി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. കാരണം ഹാരിക്ക് ഹാരിയുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു ന്യൂസും കിട്ടിയിട്ടില്ല. വിസാർഡിങ് വേൾഡിനെ പറ്റിയിട്ട് ഒരു ന്യൂസും ഹാരിക്ക് കിട്ടിയിട്ടില്ല ആ സമ്മർ ഫുള്ള്. അപ്പോൾ ഒരു ദിവസം ഹാരിയും ഹാരിയുടെ കസിൻ ഡഡ്ലിയും ഡെമെൻറ്റേഴ്സ് ഹാരിനെയും ഹാരിയുടെ കസിൻ ഡഡ്ലിനെ അറ്റാക്ക് ചെയ്യുന്നു നെയ്ബർഹുഡിൽ വെച്ചിട്ട്. ഹാരി ഒരു സ്പെല്ല് പറയുന്നു, പെട്രോണസ് ചാം എന്ന് പറയുന്നൊരു സ്പെല്ല് പറയുന്നു അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ്റെ അടുത്തേക്ക് മിനിസ്ട്രി ഓഫ് മാജിക്കിലേക്ക് അവരോട് വരാൻ പറയുന്നു. സ്കൂളിൻ്റെ പുറത്ത് മാജിക് ഉപയോഗിച്ചതുകൊണ്ട് ഹാരിക്ക് പേടിയാവുന്നു. അവനെ ഹോഗ്വാർട്സിൽ നിന്നും പുറത്താക്കുമെന്ന്. പക്ഷേ ഡംബിൾഡോറിൻ്റെ സഹായത്തോടെ അവൻ തിരിച്ചു വരുന്നു. ഹാരി മനസ്സിലാക്കുന്നു ഒരു സീക്രട്ടായിട്ടൊരു ഗ്രൂപ്പ്, രഹസ്യ ഗ്രൂപ്പിൻ്റെ പേരാണ് ഓർഡർ ഓഫ് ദ ഫീനിക്സ്. അവർ വോൾഡമോർട്ടിനെതിരെ ഫൈറ്റ് ചെയ്യാണ് എന്ന് അവൻ അറിയുന്നു. ഈ ഓർഡർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ ഓർഡർ ഓഫ് ദ ഫിനിക്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് സിറിയസ് ബ്ലാക്ക്, 2 പ്രൊഫസർ ലുപ്പിൻ, പിന്നെ മറ്റുള്ള ഫെമിലിയർ ഫേസസ് ലൈക്ക് മിസ്റ്റർ ആൻഡ് മിസസ് വീസ്ലി. ഇവരൊക്കെയാണ് ആ ഓർഡർ ഓഫ് ദ ഫിനിക്സ് എന്ന് പറഞ്ഞ സീക്രട്ട് ഗ്രൂപ്പിൽ ഉള്ളത്. അപ്പോൾ ആ മിനിസ്ട്രി വിശ്വസിക്കാതിരിക്കുന്നു വോൾഡമോർട്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്നും എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നിട്ട് അവർ സത്യം ആരാണോ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അവരെ സൈലൻസ് ആക്കാൻ ശ്രമിക്കുന്നു. കൊർണീലിയസ് ഫഡ്ജ് മിനിസ്ട്രി ഓഫ് മാജിക് കാണുന്നു ഹാരിനെയും ഡംബിൾഡോറിനെയും ത്രെറ്റായിട്ട് കാണുന്നു. എന്നിട്ട് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ഹാരി ഹോഗ്വാർട്സിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൻ കാണുന്നത് ആ സ്കൂൾ കെയോസിലാണ്, ആകെ ബഹളം, പ്രശ്നങ്ങൾ. പിന്നെ പുതിയ ഡിഫൻസ് എഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സ് ടീച്ചർ. ആ ന്യൂ ഡിഫൻസിൻ്റെ പേരാണ് ഡൊളോറസ് അംബ്രിഡ്ജ്. അതൊരു ക്രൂവലായിട്ടുള്ള സ്ത്രീയാണ്, മിനിസ്ട്രി അയച്ച ഒരു ക്രൂവലായിട്ടുള്ള സ്ത്രീയാണ് ആ സ്കൂളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അംബ്രിഡ്ജ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കും, കുട്ടികളെ ഹാർഷായിട്ട് പണിഷ് ചെയ്യും, പ്രാക്ടിക്കൽ ഡിഫൻസ് പഠിപ്പിക്കാതിരിക്കും, പ്രാക്ടിക്കൽ ഡിഫൻസ് സ്പെൽസ് പഠിപ്പിക്കാതിരിക്കും. അവളുടെ പവർ ഉപയോഗിച്ച് എല്ലാവരെയും സൈലൻസ് ആക്കും. മിനിസ്ട്രിയുടെ വ്യൂസ് ആരാണോ ഡിസഗ്രി ചെയ്യുന്നത് അവരെയൊക്കെ സൈലൻസ് ആക്കും അവൾ. ഹാരിക്ക് അറിയാം വോൾഡമോർട്ട് തിരിച്ച് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഹാരിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ആരും അപകടം ഫേസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആവുന്നില്ല അവിടെ. അവൻ തീരുമാനിക്കുന്നു ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് ഡംബിൾഡോർസ് ആർമി, DA. അവിടെ വെച്ചിട്ട് അവൻ കുട്ടികളെ പഠിപ്പിക്കുന്നു റിയലായിട്ടുള്ള ഡിഫൻസ് സ്പെൽസ്, അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഹാരിക്ക് വിഷൻ ഉണ്ടാവുന്നു വോൾഡമോർട്ടിൻ്റെ ആക്ഷൻ എന്താണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് അതിനെ പറ്റിയൊരു വിഷൻ ഉണ്ടാവുന്നു. അവന് ഫീൽ ചെയ്യുന്നു അവനോട് തന്നെ ഒരു മെൻ്റൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നു. അവനൊരു സ്വപ്നം കാണുന്നു, ഒരു ഡോറ്, മിനിസ്ട്രി ഓഫ് മാജിക്കിലൊരു ഡോറുണ്ട്. അവനെ തന്നെ വോൾഡമോർട്ടായിട്ട് കാണുന്നു ആ ഡ്രീമിൽ. വോൾഡമോർട്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആക്സസ് ചെയ്യാൻ നോക്കുകയാണ്. ഹാരിക്ക് അവൻ്റെ വിഷൻ കാരണം കൂടുതൽ ട്രബിളിൽ ഹാരി ആകുന്നു. ആ സമയം തന്നെ അവൻ്റെ ദേഷ്യം, അവൻ്റെ ഒറ്റപ്പെടലും വെച്ചിട്ട് അവൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവൻ മനസ്സിലാക്കുന്ന അവൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ്റെ റോൺ ഹെർമിയോണായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവരെ ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവനോട് ലോയലായിട്ടിരിക്കും. അവനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമിൽ അവരെ സപ്പോർട്ട് ചെയ്യും. അംബ്രിഡ്ജ് സ്കൂളിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഡേ ബൈ ഡേ കൂടി വരാണ് അംബ്രിഡ്ജിൻ്റെ കൺട്രോള്. സ്റ്റുഡൻസ് ഇവിടെ ഹാർഷായിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടി സ്റ്റുഡൻസ് ഭയങ്കര സഫർ ചെയ്യുന്നുണ്ട്. അവൾ ഹെഡ് മിസ്ട്രസ് ആവും. ഡംബിൾഡോർ അവിടെ നിന്ന് പോകാൻ പറയും. അപ്പോൾ അവളവിടെ ഹെഡ് മിസ്ട്രസ് ആവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഹാരിയുടെ സീക്രട്ട് ലെസൺസ് വിത്ത് DA മെമ്പേഴ്സ് തുടരും. അവരുടെ കോൺഫിഡൻസും അവരുടെ എബിലിറ്റീസിലുള്ള അവരുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഒരു ദിവസം ഹാരിക്കൊരു വിഷൻ ഉണ്ടാകുന്നു. സിറിയസിനെ വോൾഡമോർട്ട് ടോർച്ചർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് മാജിക്കിൽ വെച്ചിട്ട്. അവൻ്റെ ഗോഡ് ഫാദർ ഡേഞ്ചറിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹാരി, ഹെർമിയോൺ, റോൺ, ഗിന്നി, നെവില്ലി ആൻഡ് ലൂണ ഇത്രയും പേര് മിനിസ്ട്രിയിലേക്ക് ട്രാവൽ ചെയ്യും അവനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി, അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിസ്റ്ററീസിൽ എത്തുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഒരു ട്രാപ്പാണെന്ന്. വോൾഡമോർട്ടിന് ഹാരി അവിടെ വരണമെന്ന് താല്പര്യമുണ്ട്, ഒരു പ്രൊഫസി റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്ന് പറയുന്നൊരു മാജിക്കൽ ഓർബാണ്. അതിൽ
ഹാരിയുടെയും വോൾഡെമോർട്ടിൻ്റെയും ഡെസ്റ്റിനീനെ പറ്റിയുള്ള പ്രിഡിക്ഷൻ അതിലുണ്ട്. ഡെത്ത് ഈറ്റേഴ്സ് ഹാരിനെയും ഹാരിയുടെ ഫ്രണ്ട്സിനെ അറ്റാക്ക് ചെയ്യും. ഓർഡർ ഓഫ് ദ ഫിനിക്സിലെ മെമ്പേഴ്സ് സഹായിക്കാൻ വരും. അപ്പോൾ ആ യുദ്ധത്തിൽ സിരിയസ് ബ്ലാക്കിനെ കൊല്ലും, അവൻ്റെ കസിൻ ബെല്ലാട്രിക്സ് ലെസ്ട്രേഞ്ച്. അപ്പോൾ ഹാരിക്ക് ഭയങ്കര ദുഃഖമാവും. അപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് ഡംബിൾഡോർ ആ പ്രൊഫസി ഹാരിനോട് എക്സ്പ്ലെയിൻ ചെയ്യും. അതിൽ പറയുന്നത് ഹാരിയോ വോൾഡെമോർട്ടോ എന്തായാലും മരിക്കണം, ഇവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ പറ്റില്ല. നീദർ ക്യാൻ ലിവ് വൈൽ ദി അതർ സർവൈവ്സ് എന്നാണ് പറയണേ. അതിൻ്റെ അർത്ഥം ഹാരിക്ക് മാത്രമേ വോൾഡെമോർട്ടിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാരി ഭയങ്കര ഷോക്കാവുന്നു. ഹാരി റിയലൈസ് ചെയ്യുന്നു ഇതാണ് അവൻ്റെ വിധി. ഓക്കെ, അവൻ മനസ്സിലാക്കുന്നു വോൾഡെമോർട്ട് അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവൻ കുട്ടിയായിരുന്നപ്പോൾ ഈ പ്രൊഫസി കാരണം. പുസ്തകം അവസാനിക്കുന്നത് ഹാരി ദുഃഖിക്കുകയാണ് സിരിയസിൻ്റെ മരണം കാരണം. പക്ഷേ ഹാരിക്ക് ഫീൽ ചെയ്യാണ് മോർ ഡിറ്റർമിൻഡായിട്ട്. കാരണം അവൻ വോൾഡെമോർട്ടിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടരും. അത് അവന് മനസ്സിലാക്കുന്ന യുദ്ധം വരാൻ പോവാണ്. എന്തൊക്കെ ചലഞ്ചസാണ് ഇനി മുൻപിലുള്ളത് അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് ഹാരി റെഡി ആവുകയാണ്. ഈ കഥ പഠിപ്പിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഓഫ് കറേജ്, ഫ്രണ്ട്ഷിപ്പ്. സത്യത്തിൻ്റെ സൈഡിൽ എപ്പോഴും നിൽക്കുക. വേൾഡ് നിങ്ങളെ സൈലൻസ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങളെപ്പോഴും സത്യത്തിൻ്റെ സൈഡിൽ നിൽക്കുക. പിന്നെ ഇത് കാണിക്കുന്നത് ഹാരിയുടെ വളർച്ചയാണ്, ഒരു ലീഡറായിട്ടുള്ള ഹാരിയുടെ വളർച്ച. അവൻ മനസ്സിലാക്കുന്നു അവൻ്റെ ആക്ഷൻസിൻ്റെ ഉത്തരവാദിത്തം. ആൻഡ് ഫൈറ്റ് ഫോർ വാട്ട് ഈസ് റൈറ്റ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ലോസ് ആൻഡ് ഡെസ്പയർ.